ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പൂജകളുടെ പേരിലും വലിയ രീതിയിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സൗജന്യമായി കിട്ടിയ പൂജാ സാധനങ്ങൾക്ക് പണം എഴുതിയെടുത്ത ഉദ്യോഗസ്ഥർ കൊള്ളയടിച്ചു. അയ്യപ്പന്റെ അഷ്ടാഭിഷേകത്തിന്റെ പേരിലും വൻ കൊള്ളയാണ് നടന്നത്. ഹൈക്കോടതി വിലക്കിയ വ്യക്തി ശബരിമലയിലേക്ക് പൂജാദ്രവ്യങ്ങൾ വാങ്ങി നൽകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 10 വർഷത്തെ കൊള്ളയടിക്കപ്പെട്ട തുക കണ്ടെത്താൻ വിപുലമായ പരിശോധന, നഷ്ടം കണക്കാക്കാൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായം തേടിയിട്ടുണ്ട് വിജിലൻസ്. വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, വിജിലൻസ് അന്വേഷണത്തിലാണ് ഈ പൂജകളുടെ പേരിൽ ഉൾപ്പെടെ കോടികളുടെ തട്ടിപ്പ് ശബരിമലയിൽ നടന്നു എന്നുള്ള കണ്ടെത്തൽ വരുന്നത്. ആ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര വലുതാണ്? വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണോ ഈ രീതിയിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്? വളരെ സ്വർണ്ണക്കളയ്ക്ക് ശേഷം വളരെ വ്യക്തമായ ഒരു തട്ടിപ്പതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വർണ്ണക്കളയ്ക്ക് പിന്നാലെ ശബരിമലയിൽ പൂജകൾക്കും പേരിലും വൻ തട്ടിപ്പ് നടന്നു എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. സൗജന്യമായി ലഭിച്ചിരുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്തെന്നാണ് കണ്ടെത്തലിൽ ഉണ്ടായിരിക്കുന്നത്. പല പൂജകളിലും കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തുടർന്നും ഇത് നടക്കുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടായിരിക്കുന്നത്. കൊള്ളയടിക്കപ്പെട്ട തുക എത്രയെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായവും വിജിലൻസ് ഇപ്പോൾ തേടിയിട്ടുണ്ട്. പൂജകളുടെ പേരിൽ കഴിഞ്ഞ 10 വർഷമായാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അനധികൃത ഇടപാടുകൾക്ക് ഹൈക്കോടതി വിലക്കിയ ആളാണ് ഇപ്പോഴും ശബരിമലയിലേക്ക് പൂജാദ്രവ്യങ്ങൾ വാങ്ങി നൽകുന്നത് എന്നുള്ള കണ്ടെത്തലും ഇതിന്റെ പുറകെ ഉണ്ടായിട്ടുണ്ട്. പടിപൂജ, കളഭാഭിഷേകം, അഷ്ടാഭിഷേകം തുടങ്ങിയ പൂജകളിലും വലിയ തരത്തിൽ തന്നെ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന സ്വർണ്ണക്കള്ളയ്ക്ക് പുറമെ വലിയ തട്ടിപ്പ് തന്നെയാണ് പൂജകളുടെ പേരിലും ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള വലിയ തെളിവുകളാണ് ഇപ്പോൾ വിജിലൻസ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രതിസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണെന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇനി നടത്തേണ്ടിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള വലിയ തരത്തിൽ തന്നെ ചർച്ചയായിരുന്നു. വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് സന്നിധാനത്ത് നടന്നത്. ഇതിന് പുറമെയാണ് ശബരിമല ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും എത്തുന്ന ശബരിമലയിൽ പൂജാദ്രവ്യങ്ങളുടെ കാര്യത്തിലും മറ്റ് ഇതര അഷ്ടദ്രവ്യ പൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തട്ടിപ്പ് തന്നെ നടന്നു എന്നുള്ള വലിയ തെളിവാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.